ഹായ്, വെൽക്കം ടു ഹിൽട്ടൺ ഗാർഡൻ ഇൻ ട്രിവാൻഡ്രം. എൻ്റെ പേര് അനൂപ്. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മീൻ പത്തിരി എന്ന മലബാർ ഡിഷാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫിഷ്, ഫെനൽ സീഡ്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, സാൾട്ട്, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, സ്മോൾ ഒനിയൻ, ടൊമാറ്റോ, കോക്കനട്ട് മിൽക്ക്, ഓയിൽ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫിഷ് മാരിനേഷൻ ചെയ്ത് ഫ്രൈ ചെയ്യുകയാണ്. ടർമറിക് പൗഡർ, ഹാഫ് സ്പൂൺ ടർമറിക് പൗഡർ, സാൾട്ട്, ലേശം വാട്ടർ. മാരിനേഷൻ ചെയ്ത് 2 മിനിറ്റ് മാറ്റി വെച്ചാൽ ഇത്രയും കൂടി നന്നായിരിക്കും. ആദ്യം ചെയ്യേണ്ടത് പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് ഒരു ഷാലോ ഫ്രൈ എന്ന രീതിയിൽ മാത്രം മതി ഓയിൽ. ജസ്റ്റ് ഒന്ന് ഗ്രില്ലായി മാത്രം മതി. ഏകദേശം ഒരു 3 മിനിറ്റോളം മാത്രം ജസ്റ്റ് ഒന്ന് മാരിനേഷൻ കോട്ടിങ് ആവാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഗ്രില്ലായ ഫിഷ് ഗ്രില്ലായി എന്നാണ് തോന്നുന്നത്. ഫിഷ് എടുത്ത് മാറ്റാം. ഇത് വളരെ രുചികരമായൊരു സ്നാക്സാണ്. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. കോഴിക്കോടിൻ്റെ സ്വന്തം ഒരു ഡിഷ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്പം ജിഞ്ചർ, ഗ്രീൻ ചില്ലി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ലേശം ഒനിയൻ, പച്ചപ്പ് മാറുന്ന രീതിയിൽ മാത്രം സോട്ട് ചെയ്താൽ മതി. ഓവറായി സോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഉള്ളിയുടെ ഒരു പച്ചപ്പ് മാറിക്കിട്ടുക എന്ന് മാത്രം. പിന്നെ അല്പം ടൊമാറ്റോ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സോട്ടാക്കി മാറ്റുക. പിന്നെ അടുത്തത് ഇതിൻ്റെ മസാല തയ്യാറാക്കുക. അതിന് വേണ്ടത് ലേശം പെരുംജീരകം, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ടർമറിക് പൗഡർ, ഒരു 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ, 5 നമ്പർ ഷാലറ്റ്സ്. ഇതൊരു ഫൈൻ പേസ്റ്റ് ആക്കണം. ലേശം വെള്ളം ഒഴിക്കുക. ഫൈൻ പേസ്റ്റ് ആക്കുക. മസാല ഇതിലേക്ക് ആഡ് ചെയ്യുക. സോട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മസാല നല്ല കുക്കാകുന്ന രീതിയിൽ വേണം സോട്ട് ചെയ്യാൻ. മസാല നല്ല രീതിയിൽ കുക്കായിട്ടില്ലെങ്കിൽ അതിൻ്റെ പച്ച സ്മെല്ല് ഉണ്ടാകും. അതാണ് നല്ല രീതിയിൽ തന്നെ പിന്നെ നന്നായി സോട്ട് ചെയ്യണം. സ്ലോ ഫയറിൽ വെച്ച് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അല്പം കോക്കനട്ട് മിൽക്ക്, ലേശം കോക്കനട്ട് മിൽക്ക്, ഒരു 3 ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക് മതി. 3 ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാൻ ഇതിനുള്ള ഡോ തയ്യാറാക്കാം. ഇതിന് ഡോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന അരിപ്പൊടി, സാധാ അരിപ്പൊടി അതൊരു 2 കപ്പ്, അല്പം സാൾട്ട്, അല്പം വെള്ളം, ചൂടുവെള്ളമായിരിക്കണം. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി ഇളം ചൂടുവെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ പത്തിരി എന്ന് പറയുമ്പോൾ പൊട്ടി പോവും, മസാലകളെല്ലാം പുറത്തു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് മാവിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അധികം ഓവർ ലൂസ് അല്ലാതെ എന്നാൽ ഓവർ ടൈറ്റും അല്ല. ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മൾ മാവ് കുഴിക്കാൻ. അത് കഴിഞ്ഞ് കയ്യിലൊതുങ്ങുന്ന ഒരു ലേശം മാവ് എടുക്കുക. നമ്മൾ സാധാ അട പരത്തുന്ന പോലെ നല്ല തിന്നിൽ പരത്താൻ. എന്നാൽ മാത്രമേ അത് കഴിക്കുമ്പോൾ മീൻ പത്തിരി കഴിക്കുന്നുള്ള ഒരു ഇത് നമുക്ക് തോന്നും. ഇനി നമുക്ക് ആ മസാല ഇതിലേക്ക് സ്റ്റഫ് ചെയ്യാം. അടുത്തടുത്ത് ഇതിന് മുകളിൽ നല്ല രീതിയിൽ ഫുൾ ടൈറ്റായിട്ട് കവർ ചെയ്യണം. മസാല പുറത്ത് പോകാത്ത രീതിയിൽ വേണം, നല്ല രീതിയിൽ വേണം കവർ ചെയ്യാൻ. അല്ലെങ്കിൽ അത് മസാല മൊത്തം പുറത്ത് പോകും. ഇനി നമുക്കത് സ്റ്റീം ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ് സ്റ്റീം ചെയ്യുക. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ രുചികരമായൊരു ഡിഷാണ് മീൻ പത്തിരി. ഇത് തീർച്ചയായും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഹിൽട്ടൺ ഗാർഡൻ ട്രിവാൻഡ്രത്ത് വന്ന ഇതുപോലെയുള്ള ഒത്തിരി മലബാർ ഡിഷുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ സമീപിക്കാം. ഒത്തിരി നല്ല ഡിഷുകളുണ്ട് ഇവിടെ. എല്ലാവരും പ്രത്യേകിച്ച് ട്രൈ ചെയ്യണമെന്ന്